നമ്മുടെ ബിന്ദു പണിക്കർ, സായികുമാർ, ഇവരെ ദാമ്പത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. ബിന്ദു പണിക്കർ ഭർത്താവ് മരിച്ചിട്ട് മൂപ്പര് കുറേ നാളിങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞു. ഒരു മകളുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഗൾഫ് പ്രോഗ്രാമിൻ്റെ ഇടയിലാണ് അതുപോലെ തന്നെ നമ്മുടെ സായികുമാറായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും കല്യാണം കഴിക്കുന്നതും. അവരെ ബാക്കിയുള്ള കഥകളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അതൊന്നല്ല നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഇവർ കല്യാണം കഴിച്ചു. അങ്ങനെ അവർ സുഖമായി ജീവിക്കുന്ന സമയത്താണ് നമ്മുടെ സായികുമാറിന് ഒരു അസുഖം വരുന്നത്. കാലിൻ്റെ മുട്ടിന്, കാലിൻ്റെ തരിപ്പ്, കഴപ്പ്, കാല് തൊട്ടാൽ പോലും, ഒരു സൂചി കുത്തിയാൽ പോലും വേദന അറിയില്ല. അങ്ങനെ ഏറ്റു നിൽക്കാനും നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എന്തുണ്ടായി, താങ്ങും തണലായിട്ട് ബിന്ദു പണിക്കർ പിടിച്ചിട്ടാണ് സായികുമാർ നടക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ പല ട്രീറ്റ്മെൻറ്റും ചെയ്തു, പല ഡോക്ടർമാരെയും കണ്ടു. സായികുമാറിൻ്റെ അസുഖം എന്താണെന്ന് ആർക്കും അറിയില്ല. കുറേ പരിശോധിച്ചു, കുറേ ആൻറ്റിബയോട്ടിക്സ് ഗുളിക കഴിച്ചു, ഒരു രക്ഷയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ രോഗം തന്നെ നമ്മുടെ ബിന്ദു പണിക്കർക്ക് വന്നു. അവസാനം തന്നെ രണ്ടുപേർക്കും നടക്കാൻ പറ്റാണ്ട് സിനിമകളൊക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ മൂപ്പര് രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം വിഷമിച്ച് സങ്കടപ്പെട്ട് ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ട് അതൊന്നും ഫലിക്കാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇവരിയ്ക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനിയിപ്പോൾ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാലിൻ്റെ രണ്ടുപേരും ശരിക്കുള്ള രോഗം അവർക്ക് എന്താണെന്ന് പറയണില്ല. അവർ കുറേ ഗുളികൾ കൊടുക്കും, ആ ഗുളികൾ കഴിക്കും. ആ ഗുളികൾ നിർത്തി കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെറുതായി നടക്കാൻ പറ്റും. ഗുളികൾ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പണ്ടത്തെ ഞങ്ങളുടെ തെങ്ങുമേയി. പക്ഷെ ഇവർക്ക് എന്താ അസുഖം എന്നുള്ളവർ ആരോടും പുറത്തൊന്നും ഒരാളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് അതൊരു യൂട്യൂബ് ചാനലായിട്ട് ഒരു ഇൻ്റർവ്യൂ ആയിട്ട് മൂപ്പർ പറഞ്ഞത്. ഈ രണ്ടുപേർക്കും ഒരേ അസുഖം തന്നെ പറഞ്ഞത് ഡോക്ടർമാരാകെ അതിശയിച്ചിരിക്കുക. അതെന്താ രണ്ടുപേർക്കും ഒരേപോലെ തന്നെ, അപ്പോൾ ഒരേ മനസ്സ് പോലെ തന്നെ ഒരേ രോഗങ്ങളും ഒരേപോലെ കിട്ടുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ആയുർവേദ ഡോക്ടറിനെ പറ്റി അറിയണത്. വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയുർവേദ ഡോക്ടറോടെ പോയി രണ്ടുപേരും ചികിത്സ നടത്തി. ഇപ്പോൾ ചികിത്സ നടത്തിയപ്പോൾ ഇപ്പോൾ എന്തുണ്ടായി, ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം പിടിക്കാണ്ട്, അല്ലെങ്കിൽ സായികുമാറെ രണ്ടുപേര് പിടിച്ചിട്ട് നടക്കണം, അതുപോലെ തന്നെ ബിന്ദു പണിക്കരും പിടിക്കണം. ആ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം കിട്ടിയെന്നുള്ളതാണ്. ഇവർക്ക് പരസ്പരം പിടിക്കാണ്ട് നടക്കാം. ഒരു സിനിമകൾ കമ്മിറ്റ് ചെയ്ത് തുടങ്ങി. ബിന്ദു പണിക്കർ ഇപ്പോൾ കുറേ പടങ്ങളിലൊക്കെ അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ അത് ആയുർവേദ ചികിത്സയായിരുന്നു. അപ്പോൾ മനുഷ്യന് ഈ മോഡേൺ മെഡിസിനിൽ തോൽക്കണോടത്ത് ആയുർവേദം വിജയിക്കുന്നു. അവർക്ക് ആകെ തരാനുള്ള എന്താണ്, ഈ ആൻറ്റിബയോട്ടിക്സ് ഗുളിക, പെയിൻ കില്ലറിനുള്ള ഗുളിക, അല്ലെങ്കിൽ പെയിൻ കില്ലറിനുള്ള ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ വല്ല ഞരമ്പിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഞരമ്പ് മാറ്റി വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. നമ്മളെ ഒരു റീപ്ലേസ്മെൻറ്റും ചെയ്യാണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ബിന്ദു പണിക്കരുടെ ആദ്യ ഭർത്താവ് സംവിധായകനായിരുന്നു വിനു പി നായർ. നല്ല സുന്ദരനായുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു ഭയങ്കര സ്നേഹമായിരുന്ന ഒരു ബിന്ദു പണിക്കരുടെ നിഴല് പോലെ നടന്നുകൊടുന്ന ഒരു വ്യക്തിയാണ്. ബിന്ദു പണിക്കർ എവിടെ പോയാലും ഒപ്പുണ്ടാവും. അത്ര ആത്മാർത്ഥ സ്നേഹം അവർ. പക്ഷേ പെട്ടെന്നാണ് വിധി കവർന്നെടുത്തത് അദ്ദേഹത്തിനെ. അറ്റാക്ക് രൂപത്തിലാണ് അദ്ദേഹത്തിനെ വിധി കവർന്നെടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു പണിക്കരിനി എങ്ങനെ ഈ ആ മരണത്തിനെ തരണം ചെയ്തു, എങ്ങനെ അതിൽ നിന്ന് മുക്തി നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിന്ദു പണിക്കർക്ക് ഈശ്വരനും മാത്രമേ അറിയുള്ളൂ. പിന്നെ രക്ഷകനായിട്ട് വന്നാണ് നമ്മുടെ സായികുമാറായിട്ട് കല്യാണം കഴിക്കുന്നതിൽ സായികുമാറിൻ്റെ മകൾക്ക് ഭയങ്കര എതിർപ്പാണെന്ന്. ഇപ്പോഴും എതിർപ്പ് തന്നെയാണ്. അതെന്തായാലും ഇവർ ഒത്തുചേരേണ്ടവർ തന്നെയാണെന്ന് എനിക്ക്